സംഘർഷനിർഭരമായ ജീവിതയാത്രയിൽ അവനെ കൂട്ടുപോകുന്ന ഒരു ദൈവം, അതാണ് ഉടമ്പടിയുടെ ദൈവം. നിങ്ങളുടെ സങ്കടയാത്രയിൽ, സംഘർഷയാത്രയിൽ തൻ്റെ സാന്നിധ്യം കൊണ്ട് നിങ്ങൾക്ക് കൂട്ടുപോകുന്ന ഒരു ദൈവം. ഇത് എക്കാലത്തും ഉണ്ടായിരുന്നു. സുവിശേഷത്തിൻ്റെ സത്യസന്ധമായ വാഗ്ദാനമാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സംഘർഷാത്മകമായ യാത്രയിൽ സമാശ്വാസത്തിൻ്റെ കൂട്ടിയാത്ര നടത്തുന്ന ദൈവം, അത് ഏറ്റവും ഈ കാലത്ത് കൂടുതൽ ആൾക്കാർക്ക് അനുഭവേദ്യമാകുന്നത് ഉടമ്പടിയിലൂടെയാണ്. കാര്യം ഉടമ്പടിയുടെ ആ സ്ട്രക്ചറിൽ തന്നെ, വാഗ്ദാനങ്ങൾ തന്നെ രണ്ട് തരത്തിലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിവാക്കുന്നത്. ഒന്ന്, ഞാൻ തന്നെ നിൻ്റെ കൂടെ വരും എന്ന് പറയുന്ന ഭാഗങ്ങളുണ്ട്. ഇപ്പം നമ്മൾ പുറപ്പാടിൻ്റെ 23:2 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ തന്നെ നിൻ്റെ കൂടെ വരും. പിന്നെ പുറപ്പാട് 33:14 അവിടെയെല്ലാം ദൈവം തന്നെ നമ്മുടെ കൂടെ വരുന്നതാണ്. ഇത് നമ്മൾക്ക് തോന്നും ഇങ്ങനെ നമ്മളുടെ ഗുഡ് മോർണിംഗ് പറയണ പോലെ ഒരു ആശംസയാണെന്ന് തോന്നും. ആശംസകളിൽ നിന്ന് അനുഭവങ്ങളിലേക്കുള്ള ദൂരം എനിക്ക് തോന്നുന്നത് പ്രാർത്ഥനയുടെ ദൂരമല്ലത്, അത് പ്രവൃത്തിയുടെ ദൂരമാണ്. നമ്മൾക്ക് ഐ കം വിത്ത് യു വെറെവർ യു ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നിൻ്റെ കൂടെ വരും, നീ എവിടെ പോയാലോ എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും ഇതൊരു ആശംസയാണെന്ന് തോന്നും. ദൈവം പറയണത് ഒരു ആശംസയല്ലല്ലോ, ദൈവം പറയണത് ഒരു അനുഭവത്തിൻ്റെ പെർസ്പെക്റ്റീവിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ആശംസയെ അനുഭവമാക്കുന്നത് നമ്മൾ ഇത്രയും നാൾ നമ്മൾ ഉപയോഗിച്ചിരുന്ന മെഷീനറി പ്രെയറാണ്. പക്ഷെ ആശംസകളെ അനുഭവമാക്കാൻ പ്രെയറിന് എന്തുമാത്രം സാധിക്കും എന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഉടമ്പടിയിൽ പ്രാർത്ഥനയ്ക്ക് പകരം പ്രവർത്തി വെച്ചിരിക്കുന്നത്. ഉടമ്പടിയുടെ പ്രഖ്യാപിതമായ ലക്ഷ്യങ്ങളിലൊന്ന്, വാഗ്ദാനങ്ങളിലൊന്ന് ദ പ്രസൻസ് ഓഫ് ഗോഡാണ്. അപ്പോൾ തോബിത്തിൻ്റെ പുസ്തകം വായിക്കുമ്പോഴേ 12:13 എടുത്ത്, തോബിത്ത് 12:13 ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. തോബിത്ത് 12:13 ഭക്ഷണമേശയിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് മൃതദേഹം സംസ്കരിക്കാൻ മടിക്കാതിരുന്ന നിന്റെ സൽപ്രവൃത്തി എനിക്ക് അജ്ഞാതമായിരുന്നില്ല, ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഇതാണ് വിഷയം. ഒന്നിട്ട് വായിച്ചേ. ഭക്ഷണമേശയിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് മൃതദേഹം സംസ്കരിക്കാൻ മടിക്കാതിരുന്ന നിന്റെ സൽപ്രവൃത്തി എനിക്ക് അജ്ഞാതമായിരുന്നില്ല, ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഇത് ആഴമായ ഒരു സത്യമാണ്. എന്താ പറയണത്? ഭക്ഷണമേശയിൽ നിന്ന്, ആരാണ് ഭക്ഷണമേശയിൽ നിന്ന് എഴുന്നേറ്റ് പോയി മൃതശരീരം സംസ്കരിക്കാൻ പോയത്? തോബിത്ത് ദൈവമേ എന്നും പറഞ്ഞ് ജീവിച്ച ഒരാളാണ്. ഈ ദൈവമേ എന്നും പറഞ്ഞ് ജീവിക്കുന്നതും നമ്മുടെ എന്തെങ്കിലും കാഷ്വാലിറ്റിക്ക് ദൈവത്തെ കക്ഷി ചേർക്കുന്നതും രണ്ട് വിഷയമാണ്. ദൈവമേ എന്നും പറഞ്ഞ് ജീവിക്കുന്നതും നമ്മുടെ എന്തെങ്കിലും ഇൻസിഡൻറ്റ് വരുമ്പോൾ, ഇപ്പോൾ വണ്ടി തള്ളിയിട്ട് കയറണില്ല എന്നാൽ ഒരു കൈ ഒന്ന് തള്ളിക്കൊള്ളാൻ വേണ്ടി ദൈവത്തെ അവിടെ കക്ഷി ചേർക്കുകയും, വണ്ടി പാലം കടന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ ബമ്പ് കടന്ന് കഴിയുമ്പോൾ ഗുഡ് ബൈ പറഞ്ഞ് എന്നാൽ താങ്ക്സ് എന്ന് പറഞ്ഞ് വിടുന്നതും പലപ്പോഴും അങ്ങനെ നമ്മൾ ചെയ്യണത്. ദൈവത്തോട് കാണിക്കുന്ന ഒരു സമീപന രീതി അതാണ്. നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ വന്ന് ഇഷ്യൂവിന് നമ്മൾ പ്രാർത്ഥിക്കുന്നു, ദൈവത്തെ കക്ഷി ചേർക്കുന്നു, ദൈവം അത് നിർവഹിക്കുന്നു, ഗുഡ് ബൈ പറയുന്നു. ക്ലിയർ? ഇത് റിലേഷൻസ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇങ്ങനെ ഈ റിലേഷനാണ് ഉള്ളതെങ്കിൽ നമുക്ക് അധികകാലം ഈ ലൈഫിൽ ദൈവത്തെ കക്ഷി ചേർക്കാൻ, ദൈവത്തെ വരാൻ എന്തുമാത്രം സാധിക്കുമെന്ന് അറിയത്തില്ല.
നമ്മളൊരു പ്രഗ്മാറ്റിക്കാണ് ഈ കാര്യത്തിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷയമുണ്ടായിരുന്നു, ആ വിഷയത്തിൽ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവം നമ്മളെ സപ്പോർട്ട് ചെയ്തു, അത് കഴിയുമ്പോൾ ഗുഡ് ബൈ പറയും. പക്ഷേ അതും ദൈവം അങ്ങനെയല്ല ഉദ്ദേശിക്കണത്. ഒരു ഇടയ്ക്കൊന്ന് ഗുഡ് ബൈ പറഞ്ഞിട്ട് ടാറ്റ പറഞ്ഞിട്ട് വിടുന്ന ഒരു ബന്ധമേ നിനക്ക് ദൈവമായിട്ടുണ്ടെങ്കിലേ നിനക്കിനി ഈ വണ്ടി പല സമയത്ത് ഇനിയും കട്ടറിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ നീ ഒന്ന് ഇൻട്രോസ്പെക്റ്റ് ചെയ്യണം. എൻ്റെ ബന്ധമെന്ന് പറയണത് ഒരു പ്രോബ്ലം സെൻറ്റേഡ് ആണോ, ഒരു പ്രോബ്ലം ഉണ്ടാക്കുന്ന ഇഷ്യൂ ബേസ്ഡ് ആണോ? പലപ്പോഴും വരുന്നൊരു വിഷയം വാട്ട് ഈസ് യുവർ സ്പിരിച്വാലിറ്റി? സ്പിരിച്വാലിറ്റി ഈസ് ഇഷ്യൂ ബേസ്ഡ്. അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നിൻ്റെ ആധ്യാത്മികത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും അതൊരു വിഷയവുമായി ബന്ധപ്പെട്ടതാണ്, വ്യക്തിയുമായി ബന്ധപ്പെട്ടതല്ല. ഇവിടെയാണ് പ്രോബ്ലം വരണത്. ഉടമ്പടി നിങ്ങളെ നിങ്ങളുടെ ആധ്യാത്മികതയെ വ്യക്തിയുമായി ആക്കും. നമ്മളുടെ സാധാരണഗതിയിൽ നമ്മുടെ ആധ്യാത്മികത വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. ഇതാണ് നമ്മുടെ ഒരു ദുരന്തമെന്ന് പറയുന്നത്. ഒരു വിഷയമുണ്ടായി, ആ വിഷയം ഇപ്പോൾ കോളേജ് അഡ്മിഷൻ്റെ കാലമാണ്, ഒരു വിഷയമായി, അപ്പനും അമ്മയും മക്കളും എല്ലാം കൃപാസനത്തിലുണ്ട് ഇല്ലേ? അഡ്മിഷൻ കിട്ടിക്കഴിയുമ്പോൾ ഗുഡ് ബൈ, തീർന്നു. പിന്നെ നിങ്ങളുടെ ജീവിതമായി. ഇനിയിപ്പോൾ കോളേജിൽ പോയ കൊച്ച് വേറെ ആരെങ്കിലും ലൈൻ അടിച്ചാൽ മാത്രമേ പിന്നെ അപ്പനും അമ്മയും പിന്നെയും കൃപാസനത്തിൽ വരത്തുള്ളൂ. അതാണ് പ്രശ്നം. അതുകൊണ്ട് സംരക്ഷണം കിട്ടണില്ല നിങ്ങൾക്ക്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? സംരക്ഷണം കിട്ടണില്ല. നിങ്ങൾ ഇടയ്ക്ക് വെച്ച് ഗുഡ് ബൈ പറഞ്ഞ് ദൈവത്തെ യാത്രയാക്കുന്നു. കാര്യം കണ്ടു കഴിയുമ്പോൾ ദൈവത്തെ ഗുഡ് ബൈ പറഞ്ഞ് യാത്രയാക്കുന്നു. അച്ഛൻ നിങ്ങൾ ആക്ഷേപിക്കുന്നതല്ല, സങ്കടകരമായൊരു യാഥാർത്ഥ്യമാണ്. ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ, കർത്താവ് ദൈവമേ, സത്യം പറഞ്ഞാല് പലപ്പോഴും അറിയാതെയാണ് ഒരാവശ്യം കഴിയുമ്പോൾ നിന്നോട് യാത്ര പറഞ്ഞു പോരുകയോ നിന്നെ ആശംസിച്ച് എന്റെ ജീവിതത്തിൽ നിന്ന് യാത്ര ആക്കുകയും ചെയ്യുന്നത്. പക്ഷെ കർത്താവേ, ഉടമ്പടി പ്രകാരം നിന്റെ വാഗ്ദാനമാണ്. Wherever you go, നീ എവിടെ പോയാലും നിത്യത വരെ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു. കർത്താവേ, എന്നോട് കൂടെ അന്ത്യം വരെ നിലനിൽക്കാനുള്ള നിന്റെ ആഗ്രഹത്തെ മാനിച്ചുകൊണ്ട് എന്നെ സംരക്ഷിക്കാനുള്ള നിന്റെ കരുതലിനെ തിരിച്ചറിയാതെ പോയ നിമിഷങ്ങളെ ഓർത്ത് ഞാൻ വിഷമിക്കുന്ന കർത്താവേ, ശിക്ഷിച്ച കാലം മുഴുവൻ നിന്നെ വേർപിരിയാതെ കൈയോട് കൈ ചേർത്തുകൊണ്ട് കൊണ്ടുപോകാൻ ഒരുമിച്ച് യാത്രയാകാൻ ദൈവമേ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. എന്നെ അനുഗ്രഹിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി വാഗ്ദാനത്തിൻ്റെ പദ്ധതിയാണ്. ഉടമ്പടി ഇസ് ദ പ്രോജക്റ്റ് ഓഫ് പ്രോമിസ്. ആർക്കാണ് ആ പ്രോമിസ് ലഭിക്കണത്? ദൈവത്തിൻ്റെ വാഗ്ദാനം കിട്ടണത്. ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് ദൈവം സത്യമായതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളും സത്യമായിരിക്കും. അതുപോലെ ഇരിക്കുകയോ അല്ലെങ്കിൽ അതിനോട് അറ്റപ്പറ്റ സംഭവിക്കുകയോ അല്ല. ഷാർപ്പായിട്ട് അത് തന്നെ സംഭവിക്കും. ഇപ്പോൾ ഇന്നലെ സിംഗപ്പൂരിൽ നിന്നൊരു സഹോദരി എൻ്റെ വാട്സപ്പിലോട്ട്, എനിക്കവരറിയാൻ പാടില്ല, അവർക്ക് ചിലപ്പോൾ എൻ്റെ നമ്പർ എവിടെ നിന്നോ കിട്ടിയിട്ട് അവർ വാട്സപ്പിലോട്ട് ഒരു പാട്ടിട്ട്, നല്ല സുന്ദരമായ രീതിയിൽ നല്ല പ്രൊഫഷണൽ സിംഗറാണെന്ന് തോന്നുന്നു, നന്നായിട്ട് പാടിയിട്ടുണ്ട്. അവർ തുടങ്ങണ സഞ്ചാരി മാതാവേ എന്നാണ്. സഞ്ചാരി മാതാവേ. അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ഞങ്ങളുടെ ഒരു സുഹൃത്ത് അച്ഛൻ സാംസൺ അച്ഛനെ വിളിച്ച് പറഞ്ഞു, ഈ ലേഡി നമ്മുടെ നാട്ടിൽ ഇവിടുത്തെ ഈ സ്ഥലത്ത് ഉള്ളതാണ്, അവരിവിടെ അകലെ താമസിക്കണം, മറ്റു രാജ്യങ്ങളിലെ ജോലി സംബന്ധമായ കാര്യത്തിൽ.
അച്ഛനെ അവരെ പേഴ്സണലായിട്ട് അറിയാം. അവരിങ്ങനെ അച്ഛനെ പാട്ടയക്കുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ പാട്ട് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാര്യം സഞ്ചാരി മാതാവ് സഞ്ചാരം ചെയ്ത് കൂടെ വരണ അവരുടെ അനുഭവം അവർക്കുണ്ടായി. അപ്പോൾ അവരിന്ന് എഴുതി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെഴുതിയ നോട്ട് ബുക്കിൻ്റെ ഫസ്റ്റ് പേജ് എനിക്കിങ്ങനെ സെൻഡ് ചെയ്ത് തന്നു. നോട്ടിൻ്റെ ഫസ്റ്റ് പേജ്, അതായത് അവരാണത് എഴുതിയെന്ന് ആ പാട്ടച്ഛൻ അത് മനസ്സിലാക്കാൻ വേണ്ടി. പക്ഷേ അതിൻ്റെ അകത്ത് മുഴുവനും സഞ്ചാരി മാതാവ് നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന അനുഭവത്തിൽ അവർ വളരെ ഹൃദ്യമായിട്ടൊരു അനുഭവമായിട്ട് പാടിയിരിക്കുകയാണ്. അതിമനോഹരമായിട്ടുണ്ട് ആ പാട്ട്, സൂപ്പറായിട്ടുണ്ട്. അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്ന് ജനങ്ങളെല്ലാം അനുഭവിക്കുന്നൊരു വിഷയമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. അതുകൊണ്ടാണ് എങ്ങനെയാണ് ഈ സഞ്ചാരി മാതാവിൻ്റെ കോൺസെപ്റ്റ് വന്നത്? അത് മരിയൻ ഉടമ്പടിയാണ് നമ്മൾ ചെയ്യണത്, അല്ലേ? അമ്മ മാതാവിൻ്റെ മധ്യസ്ഥത്തിലാണ് നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അപ്പോൾ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥത ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ അമ്മ ഈ ഉടമ്പടി എടുത്ത വ്യക്തി സത്യസന്ധനാണെങ്കിൽ അവസാനം വരെ നിൻ്റെ വിഷയം നിറവേറുവോളം നിൻ്റെ കൂടെ നിന്ന് അത് ചെയ്യിക്കും. മനസ്സിലാട്. അതെന്താ കാര്യം? അമ്മയുടെ ഒരു രീതിയാണ് ഈ കൂടെ നിൽക്കുക എന്നുള്ളത്. അമ്മയുടെ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഉടമ്പടി എടുക്കുമ്പോൾ ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, അമ്മ എന്തുകൊണ്ടാണ് അമ്മയെ സെലക്ട് ചെയ്തത് ദൈവം? ഇത് ഏത് കുരിശാണെങ്കിലും കൂടെ നിൽക്കുമെന്ന് നല്ല ബോധമുള്ളത് കൊണ്ടാണ്. 1000 പുരുഷനായി കണ്ടു, ഞാൻ ആരെ സ്ത്രീയായി കണ്ടില്ലെന്ന് പറയത്തില്ലേ സഭാപ്രസംഗി, അല്ലേ? സഭാപ്രസംഗി 7:29 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സഭാപ്രസംഗി 7:28. 1000 ഞാൻ പുരുഷനായി കണ്ടു. എന്ന് പറഞ്ഞേ, 1000 ഞാൻ പുരുഷനായി കണ്ടു. എന്നാൽ ഒരുവളെയും സ്ത്രീയായി കണ്ടില്ല. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ദൈവം നമ്മൾ ഈശോ അമ്മയെ സ്ത്രീ എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ അത് മനസ്സിലാക്കേണ്ടത്. ദൈവം ഉദ്ദേശിക്കുന്ന സ്ത്രീയുടെ സ്വഭാവങ്ങളിൽ ഒന്നാണ് വിഷമസന്ധികളിൽ കൈവിടാതെ കൂടെ നിൽക്കുന്നത്. ആ ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ദൈവം ഉദ്ദേശിക്കുന്ന ഇപ്പം അമ്മ എന്താണ് ആദ്യമേ കർത്താവ് നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്ന് പറയുമ്പോഴേ അമ്മ അതിന് മറുപടി പറഞ്ഞ എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 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 Read it again. ലൂക്ക 1:38. ലൂക്ക 1:38. മറിയം പറഞ്ഞു, മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പൊ എന്താ അവസാനം പറഞ്ഞ വാക്ക് എന്താ? നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ, അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോഴേ വാക്ക് ഏതറ്റം വരെ ജീവിതം പോയാലും വാക്ക് നിറവേറ്റുമെന്ന് മറിയത്തിൽ ദൈവം വിശ്വസിച്ചുകൊണ്ടാണ് അവരെ സ്ത്രീ എന്ന് വിളിച്ചത്. കൈയടിച്ച് കർത്താവ് പരിശുദ്ധ അമ്മയ്ക്ക്. 19:25 യോഹന്നാൻ 19:25. യേശുവിന്റെ കുരിശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിന്റെ ഭാര്യ മറിയവും മഗ്ദലേന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ യേശുവിന്റെ അമ്മ അവിടെ നിൽക്കുന്നതുകൊണ്ടാണ് മറ്റേ കക്ഷികളെല്ലാം അവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ അവരൊക്കെ അടുത്ത വണ്ടിക്ക് വീട്ടിൽ പോയണം. നമ്മൾ തന്നെ എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്? അമ്മ നിൽക്കുന്ന കൊണ്ടാണ്. നമ്മളീ കുരിശിൻ്റെ ചുവടിലേക്ക് ചില സമയത്ത് അതിൻ്റെ അരികിൽ കൂടിയൊക്കെ പോകില്ല. ജീവിതത്തിൻ്റെ കുരിശിൻ്റെ അരികിൽ കൂടിയൊക്കെ പോകുമ്പോഴും നമ്മളെന്തുകൊണ്ടാണ് നിൽക്കണത്? ആത്മഹത്യ ചെയ്യാതെയും അല്ലെങ്കിൽ മറ്റ് വിക്രിയകളൊന്നും ചെയ്യാതെ നിൽക്കുന്നത് എന്താണ്? അമ്മ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോഴേ ഇതാ കർത്താവിൻ്റെ ദാസി. എനിക്ക് തോന്നുന്നത് ഈ ലൂക്ക 2:38 1:38
ലുക്ക 1:38 1:38 എന്താണ്? അങ്ങ് വാക്കെന്നിൽ നിറവേറട്ടെ, അങ്ങയുടെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അപ്പോൾ അവസാനത്തെ വാക്ക് എന്താണ്? നിറവേറട്ടെ എന്നുള്ളതാണ്. അതും യോഹന്നാൻ്റെ 19:25 തമ്മിൽ ലിങ്ക് ചെയ്യേണ്ടതാണ്. അതെന്താ പറയണത്? യേശുവിൻ്റെ അമ്മ അവൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നിരുന്നു. ദാറ്റ് മീൻസ് എന്തിനാണ് നിൽക്കണത്? കർത്താവിൻ്റെ വാക്ക് നിറവേറ്റാൻ വേണ്ടി നിൽക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോഴാ നിപ്പിൻ്റെ വ്യാഖ്യാനം എന്താണ്? വെറുതെ നിന്നല്ല, വന്ന് അകപ്പെട്ടു പോയതല്ല. നമ്മൾ പറയണേ ഞങ്ങൾക്ക് എന്ത് വിധിയാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ തലേ കൈവെക്കല്ലേ. ദാറ്റ് മീൻസ് സങ്കടം വരുമ്പോൾ അകപ്പെട്ടു പോകുന്നല്ലേ പറയണത്. മറിയം അകപ്പെട്ടതല്ല, മറിച്ച് എന്താണ്? അങ്ങയുടെ വാക്കിനെ നിറവേറട്ടെ എന്ന് ആദ്യമേ കയറി അമ്മ സമർപ്പിച്ചിരുന്നു. ആ സമർപ്പണത്തിൻ്റെ, കർത്താവിൻ്റെ വാക്കിനോടുള്ള സമർപ്പണത്തിൻ്റെ ഭാഗമായിട്ട് ദൈവത്തിൻ്റെ വചനം നിറവേറ്റാനാണ് അവൾ കുരിശിനെ ചുവട്ട് നിൽക്കുന്നത്. കൈയടിച്ച് കർത്താവ്. ഇന്നലെ ഒരു റിയാലിറ്റി ഷോയിലുള്ള ആൾ, ഞാൻ സാക്ഷിയിട്ടിട്ടുണ്ട്, ഒരു സാക്ഷ്യം പറഞ്ഞായിരുന്നു. അയാൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, ആൺകുഞ്ഞുങ്ങളെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഒരു ആൺകുഞ്ഞും കൂടി വേണമെന്നുള്ളതാണ്. അപ്പോൾ മൂന്നാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയപ്പോൾ കുഞ്ഞിൻ്റെ എല്ലാം ഓക്കെ, ബ്രെയിനൊക്കെ ഓക്കെയാണ്, ഹാർട്ട് ഓക്കെയാണ്. പക്ഷെ ശ്വാസകോശം ചുങ്ങിപ്പോയതാണ്. അത് കുടലും പണ്ടവും എല്ലാം ആമാശയം ഉൾപ്പെടെ അങ്ങോട്ട് ഇടിച്ച് കയറി നിൽക്കണ കാരണം ശ്വാസകോശം ചെറുതായിപ്പോയി. അപ്പോൾ ഓക്സിജൻ എടുക്കണില്ല. അപ്പോൾ ഇത് അറിഞ്ഞോടുകൂടി ഇയാൾക്ക് ഭയങ്കരമായ കരച്ചിലാണ്. അയാൾ പറയുന്നുണ്ട്, എൻ്റെ ഒരു ഇമോഷൻ ഇങ്ങനെയാണ്, ചിരി വരുമ്പോൾ ഞാൻ നല്ലോണം ചിരിക്കും, കരച്ചിൽ കഴിഞ്ഞാൽ ഞാൻ വല്ലാത്ത രീതി കരയും, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം. അയാളത് പറയുമ്പോൾ പോലും അയാൾ കരയണ രീതിയിലാണ് സംസാരിക്കണത്. അവസാനം ഇയാൾ അമ്മയെടുത്ത് വരും. അമ്മ എനിക്ക് കുഞ്ഞിനെ തരണം, അമ്മ വിചാരിച്ചാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് ഈ എന്നിട്ട് ഡോക്ടർ പറയുന്നത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല, കാര്യം ഈ പതിരയും ശ്വാസകോശവും ഹൃദയവും എല്ലാം ഇങ്ങനെ അമങ്ങിയിരിക്കുകയല്ലേ, അപ്പോൾ അത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയും. പക്ഷേ എന്തെങ്കിലും അമ്മയോട് ചെയ്ത ഉടമ്പടി, നമുക്കറിയാലോ ഇന്ന് പല മനുഷ്യരുടെയും ഒരു ആസ്തി ഒരു ആസ്തി ഉറപ്പെന്ന് പറയുന്നത് എന്താണ്? ഉടമ്പടിയാണ്. കാര്യം അപ്പോഴും ആൾക്കാർ പറയുന്നത് എന്താണ്? സാറേ ഡോക്ടറെ ശരിയാകും, ഞങ്ങൾ ഉടമ്പടി. അപ്പോൾ ഡോക്ടറോട് പറയത്തില്ലെങ്കിൽ മനസ്സിൽ പറയാം, എന്താണ്? ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ അമ്മയുമായിട്ട് ഞങ്ങൾ ഉടമ്പടി, മക്കളെ നിങ്ങൾ ഉടമ്പടി എടുത്തിട്ടുള്ളൂ എന്ന കാര്യം സത്യമാണ്. പക്ഷെ അതല്ല പ്രശ്നം, ഉടമ്പടി വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഇല്ലേ, നിങ്ങൾ ലൈൻ വലിച്ചു എന്ന് പറഞ്ഞത് കാര്യം ശരിയാണ്, പക്ഷെ കറണ്ടുണ്ടോ, ഫീസ് പോയിരിക്കണം എന്നൊക്കെ നോക്കണം, ഇടയ്ക്ക് ചെക്ക് ചെയ്യണം. ലൈൻ വലിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അത് ഫീസ് പോയിരിക്കുകയാണെങ്കിൽ നമുക്ക് ലൈറ്റ് തെളിയത്തില്ല. എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഉടമ്പടി എടുത്താലും ഉടമ്പടിയുടെ മെയിൻ സംഭവം എന്താണ്? പ്രധാനപ്പെട്ട സംഭവം എന്താണ്? ഉടമ്പടിയുടെ പ്രസൻസാണ്. പ്രസൻസ് മറ്റ് പ്രാർത്ഥനകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉടമ്പടിയുടെ ഈ പദ്ധതി പ്രയോഗങ്ങളെ നമ്മൾക്ക് തരുന്ന ഒരു പ്രത്യാശ എന്ന് പറയുന്നത് പ്രസൻസാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സാന്നിധ്യം. എനിക്ക് തോന്നുന്നത് ഇതാണ്, മറ്റ് പല വിഷയങ്ങളും വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനാ രീതികളിലൊക്കെ ഒരു പരിവരെ നടക്കുമെങ്കിലും ഉടമ്പടി പ്രത്യേകിച്ച് വൈ ഷുഡ് ഐ ടേക്ക് കവനൻറ്റ്, ഞാൻ എന്തുകൊണ്ട് ഉടമ്പടി എടുക്കണമെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവേ ഉള്ളൂ. എന്താ കാര്യം? എൻ്റെ കൂടെ ദൈവം വരുമെന്ന് ഉടമ്പടി പ്രകാരം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കൂടെ ദൈവം വരും. അത് സഞ്ചാരി മാതാവ് തൻ്റെ കൂടെ വരുന്നത് എല്ലാവരുടെയും അനുഭവമാണ്. കാര്യം ദൈവത്തിന് ആദ്യകാലം മുതലേ ഉള്ള ഒരു സത്യസന്ധമായ നിലപാടാണ് വിശ്വസിക്കുന്നതിൻ്റെ കൂടെ പോകണമെന്നുള്ളത്. അത് പുതിയതല്ല, വിശ്വസിക്കുന്നതിൻ്റെ കൂടെ. ഇപ്പം നമ്മൾ 23:20 എടുത്ത പുറപ്പാട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പുറപ്പാട് 23:20. പുറപ്പാട് 23:20. ഇതാ ഒരു ദൂതനെ, പറഞ്ഞേ, ഇതാ ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു. അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ ഈ ലാൻഡ് ആൻഡ് ലൈഫ് ഉടമ്പടിയുടെ ബേസിക് ആയിട്ടുള്ള സംഭവമാണ്. ലാൻഡ് ആൻഡ് ലൈഫ്.
ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? സം ടോട്ടൽ, അതിൻ്റെ തട്ടകം, ഒരു ജീവിതത്തിൻ്റെ തട്ടകം എന്താണ്? ജീവിതം മീൻസ് ലൈഫ്. ലൈഫിൻ്റെ തട്ടകം എന്താണ്? ലാൻഡാണ്. ലാൻഡ്, അതായത് ഉടമ്പടിയുടെ ബേസിക് ആയിട്ടുള്ള എല്ലാം എന്താണ്? ബേസിക് ആയിട്ടുള്ള ലാൻഡ്. അത് നിങ്ങളുടെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമായത് എന്താണ്? അനുകൂലമായ സ്ഥലമാണ്. അനുകൂലമായ സ്ഥലം. അപ്പോൾ അനുകൂലമായ സ്ഥലം, ഇപ്പം ഞാൻ ഈ ജപ്തി നടപടിയൊക്കെ ആൾക്കാർ വരത്തില്ലേ? അപ്പോൾ ഞാനെന്താ, നിങ്ങൾ ജപ്തി നടപടിക്കാരെ പ്രത്യേകം കാണുന്ന എന്താ കാര്യം? അവിടെ വീട് സ്ഥലവും ജന്മാവകാശം നഷ്ടപ്പെടാൻ പോകുകയും അല്ലേ? അവിടെ ബൈബിളിനെ അത് റീസെറ്റ് ചെയ്യാൻ പറ്റുകയില്ലെങ്കിൽ വേറെ ഒരു പുസ്തകത്തിനും പറ്റത്തില്ല. എന്താ കാര്യം? ഇതെല്ലാം ഞാൻ നീ ജനിക്കാൻ ഞാൻ ഇടയാക്കിയ സ്ഥലം, നിന്നെ ജന്മ അവകാശമായി ഞാൻ നിനക്ക് തന്നിരിക്കുന്ന സ്ഥലം, നിൻ്റെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി ഞാൻ നിനക്ക് തന്നിരിക്കുന്ന സ്ഥലം, ആ സ്ഥലം നിനക്ക് നഷ്ടപ്പെട്ടാൽ ഞാൻ ആ സ്ഥലത്തേക്ക് നിന്നെ തിരികെ കൊണ്ടുവരുന്ന ദൈവമാണ്. കൈ ഇടിച്ച് കർത്താവ് ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എസെക്കിയേൽ 37:14. എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. ഒന്ന് പറഞ്ഞ, എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും. ജപ്തി ചെയ്യാൻ പറ്റത്തില്ല. എന്താ കാര്യം? ദൈവം നിനക്ക് തന്ന സ്വന്തം സ്ഥലത്ത് ആർക്കും എടുക്കാൻ പറ്റത്തില്ലത്. പക്ഷേ ഇത് എൻ്റെ ദൈവമായതിൽ നീ ഇത് പൂർണ്ണമായി വിശ്വസിക്കണം. വിശ്വസിക്കുക മാത്രമല്ല, അതായത് ഇവിടെ ആ വചനത്തിൻ്റെ ലൈൻ എന്താ? ലൈഫ് ആൻഡ് ലാൻഡാണ് വചനത്തിൽ പറയണത്. ലൈഫ് ആൻഡ് ലാൻഡ്. ഒന്നിന് വായിച്ചോളൂ. എസെക്കിയേൽ 37:14. എന്റെ ആത്മാവിനെ എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങൾ ജീവിക്കും. ഒന്നിന് പറഞ്ഞ്, എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിലെ നിവേശിപ്പിക്കാം. നിങ്ങൾ ജീവിക്കും. അപ്പൊ ലൈഫായില്ലേ അല്ലേ? അപ്പം എങ്ങനെയാണ് നമുക്ക് ലൈഫ് നഷ്ടപ്പെട്ടാൽ തിരിച്ചു വരുന്നത്? ഇപ്പം ജോലി നഷ്ടപ്പെട്ടു അല്ലേ? ജോലി നഷ്ടപ്പെട്ടു, പഠിത്തത്തിൽ തോറ്റു. അപ്പം നമ്മൾ ലൈഫ് പോവുകയാണ് ഇല്ലേ? ലൈഫ് പോവുകയാണ്. നമുക്ക് ജോലി നഷ്ടപ്പെട്ടാലും OITക്ക് തോറ്റാലും ഒക്കെ എന്ത് സംഭവിക്കണത്? ഇൻ്റർവ്യൂവിന് തോറ്റാൽ നമുക്ക് എന്താ? വി ലോസ്റ്റ് അവർ ലൈഫ്, വി ആർ ലൂസിങ് അവർ ലൈഫ്. നമുക്ക് ലൈഫ് പോവുകയാണ്. പക്ഷേ എന്താ പറയണത്? ഈ ലൈഫ് എങ്ങനെ തിരിച്ചു പിടിക്കാം? പരീക്ഷ വന്ന് നമ്മൾ പരീക്ഷയ്ക്ക് തോറ്റു, അങ്ങനെ നമുക്ക് ഇംഗ്ലണ്ടിൽ പോകാൻ പറ്റിയില്ല അല്ല, അല്ലെങ്കിൽ PSCക്ക് കയറാൻ പറ്റിയില്ല. വി ആർ ലൂസിങ് എ ലൈഫ് വെൻ വി ലോസ്റ്റ്. അത് ഇത് ഓരോ വിഷയത്തിൽ, അതായത് ഇങ്ങനെ വന്നാൽ ലൈഫ് നഷ്ടപ്പെട്ടാൽ എങ്ങനെ തിരിച്ചു പിടിക്കാം? എസെക്കിയേൽ എന്താ പറയണത്? എസെക്കിയേൽ 37:14 എന്താ പറയണത്? എന്റെ ആത്മാവിനെ പറഞ്ഞേ, എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങൾ ജീവിക്കും. അപ്പൊ ജീവിക്കണവരുടെ കണ്ടല്ലേ? ജീവിക്കണം. അപ്പം ജീവിതത്തിൽ എന്തെങ്കിലും പരീക്ഷയോ അല്ലെങ്കിൽ കച്ചവടം പൂട്ടിപ്പോയി. ഇന്നലത്തെ ഒരു സത്യദാസിൻ്റെ സാക്ഷ്യം ട്രിവാൻഡ്രമാണ്, അവിടുത്തെ ഇടവേക്കാരനാണ്. സത്യദാസ് എന്താ പറയുക വെച്ചാൽ, സത്യദാസിന് റീസർവേ പണ്ട് നടന്നപ്പോൾ പുള്ളിയുടെ 3 കട പുള്ളിക്കുണ്ടായിരുന്നു. 3 കച്ചവടം, പിടിയക്കട. അതിന് 2 എണ്ണം വേറെ ആൾക്കാരുടെ പേരിലായിപ്പോയി. വല്ല പരിപാടിയുണ്ട്. തല കുത്തി മറിഞ്ഞിട്ട് ഈ സാധനം പുള്ളിയുടെ പേരിലാക്കാൻ പറ്റണില്ല. ഈ റീസർവേ ഒക്കെ നടന്ന ആൾക്കാരൊക്കെ ഒന്ന് തിരക്കിപ്പോയി നോക്കണേ. ഞങ്ങളുടെ സ്ഥലത്തല്ലേ ഞങ്ങൾ ജീവിക്കണത്, ഞങ്ങളുടെ കയ്യിലാണല്ലോ എന്നൊക്കെ പറഞ്ഞ കാര്യമില്ല. സർക്കാരിൻ്റെ കയ്യിൽ, നിങ്ങളുടെ കയ്യിലല്ല ഇരിക്കണം, കണ്ടവൻ്റെ കയ്യിലിരിക്കണേ. ഇപ്പോൾ റീസർവേ നടന്ന കക്ഷികളൊക്കെ നേരെ പോയി വില്ലേജ് ഓഫീസിൽ പോയിട്ട് ഇപ്പോഴും എത്രയും വേഗം അത് പോക്കുവരവ് ചെയ്തിട്ട് ടാക്സ് അടച്ചിട്ട് രസീത് വാങ്ങിച്ചേക്കണം. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ സ്ഥലം ഉണ്ടാകത്തില്ല. സ്ഥലം കൂടുതലുള്ള ആൾക്കാർ അത് തന്നെ ചെയ്യേണ്ടി വരുമായിരിക്കും. അല്ലെങ്കിൽ ഗവൺമെൻറ് അത് മിച്ചഭൂമിയാക്കി എടുത്തിട്ട് ആവശ്യമുള്ളവർക്ക് കൊടുക്കും. അപ്പോൾ നിങ്ങളെ ഈ വിഷയത്തിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആനുഷംഗികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അതായത് ഇപ്പം സത്യദാസ് സംഭവിച്ചതാണ്. അയാളുടെ 2 കട പോയെന്നേ. അതന്നെയല്ലേ പഞ്ചായത്ത് ചെല്ലുമ്പോൾ
പഞ്ചായത്ത് വടിതടി ആയുധങ്ങളായിട്ട് ഇയാളെ തല്ലാനും കൊല്ലാനും വന്ന പോലെയാണ് അവരിയ്ക്കണത്. ഇയാൾക്കൊരു സ്വാധീനമില്ല, ഈ കടയുടെ കാര്യം കേൾക്കുമ്പോൾ തന്നെ ആ ഒരു കടയിൽ തന്നെ പോകാൻ ഇയാൾക്ക് പറ്റണില്ല. അത് കയ്യേറിയത് പോലെ ഇരിക്കണം. അപ്പം പേടിയാണ്. ഈ കടയുടെ കാര്യം വീട്ടിൽ പറഞ്ഞാൽ എല്ലാവർക്കും പനി വരും. ഒരു വിഷയം പണ പൂക്കണ്ടില്ലേ, അത്തരം ഒരു അവസ്ഥ. അവസാനം ഈ മനുഷ്യന് ചന്തയെ വെച്ച് കൃപാസനം പത്രം കിട്ടി. ഒരു സ്റ്റോറി പോണ പോക്ക് നോക്കണം. സത്യദാസന് കൃപാസനം പത്രം ചന്തയെ വെച്ച് കിട്ടി. കുറേ സാക്ഷ്യം വായിച്ചപ്പോൾ പുള്ളി വീട്ടിൽ നിന്ന് പറഞ്ഞ്, എടി ഇവിടെ ഒന്ന് പോകാമെന്ന് തോന്നണം, നമ്മുടെ സ്ഥലം മാതാവ് എങ്ങാനും തിരിച്ചു തന്നാ, വേറെ മാർഗ്ഗമൊന്നും കണ്ടില്ലെന്ന് പറയും. ഈ മനുഷ്യൻ പെട്ടെന്ന് വിശ്വാസത്തോടെ പിറ്റേ ദിവസം സത്യദാസ് ഇവിടെ വരും, ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുക്കുമ്പോൾ ഈ സാന്നിധ്യത്തിൻ്റെ 2 സാധനം അതിൻ്റെ അകത്തുണ്ട്. അതിൻ്റെ അകത്ത് ഒന്നെന്താണ്, ഉടമ്പടിയില്ല അതിൻ്റെ കാശുരൂപം തന്നെയാണ് സാന്നിധ്യത്തിൻ്റെ. അതാണ് അത് പ്രപ്പോസ് ചെയ്ത്, അങ്ങനെയാണ് അത് വെഞ്ചരിച്ചിരിക്കണത്. അതുകൊണ്ടാണ് ഇത് മിസ് ചെയ്യരുതെന്ന് പറയണത്. ഇപ്പോൾ പുതിയ നിയമം ഇവിടെ പോകണമുണ്ടല്ലോ, അവർ 2 മാസമായിട്ട് ഉടമ്പടി കാശുരൂപം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്കത് കിട്ടത്തില്ല. യു വിൽ നോട്ട് ഗിവ് ഇറ്റ്. പണ്ട് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുമായിരുന്നു, ഇപ്പോൾ അതും കൊടുക്കണില്ല. നിങ്ങൾ എന്ത് കാര്യം, അത് പ്രമാണം പോയ വല്ല ലക്ഷ്യമുണ്ട്. അത് ഉടമ്പടിയുടെ പ്രമാണമല്ലേ. ഉടമ്പടിയുടെ പ്രമാണം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയെന്നൊക്കെ പറഞ്ഞാൽ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ദാറ്റ് മീൻസ് അത്രയും കെയർലെസ്സാണ് നിങ്ങൾ ഉടമ്പടി നിൽക്കാൻ അർഹതയില്ലെന്നാണ്. അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ കാശ് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീടിനത് ഉരുപ്പടിയായി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പണി ചെയ്യുക, വീട്ടിലുള്ള വേറെ ആരെങ്കിലും ഉടമ്പടി എടുപ്പിച്ച് പുതിയ കാശിൽ വാങ്ങിക്കുക. അതേ നടക്കത്തുള്ളൂ. എന്നുവെച്ചാൽ എനിക്ക് മനസ്സിലാവണില്ല നിങ്ങൾ എന്തുകൊണ്ട്. ഞാൻ എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മ പറയണത് ഇതൊന്നും നഷ്ടപ്പെടുത്തിയല്ല, ആർക്ക് കൊടുത്തതാണെന്നാണ് പറയണത്. അതാണ് പ്രശ്നം. അങ്ങനെ കൊടുക്കാൻ പാടില്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഉടമ്പടി ജ്ഞാപകം പോലെ ഉപയോഗിക്കേണ്ടതാണ്, അല്ലാതെ അതൊരു വിശുദ്ധ വസ്തു മാത്രമല്ല. നിങ്ങൾ ദൈവത്തോട് ഉടമ്പടി ചെയ്തു എന്നുള്ളതിൻ്റെ തെളിവാണത്. അത് ഇവിടെ ചില ആൾക്കാർ ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുമ്പോൾ ഉടമ്പടി എടുത്തതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കാശുരൂപം കാണിക്കും. ഞങ്ങൾ പറഞ്ഞ കാശുരൂപം വേണ്ട, അപ്പം അത്തരം തരാൻ പറയും. എന്താ കാര്യം, ആരാണ്ടിൻ്റെ കാശുരൂപം അനിയത്തിയുടെയോ ചേട്ടത്തിയുടെയോ നാട്ടുകാരുടെയോ അവിടുന്ന് എരവ് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ഉടമ്പടി എടുത്താൽ നമ്മളെ പറ്റിക്കാൻ വേണ്ടി. ഇത് പറയാനാ. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഉടമ്പടി കാശുരം കളയരുത്. പിന്നെ അതിൻ്റെ കൊളുത്തു പോകുകയോ ആ ഉടമ്പടി കാശുരൂപത്തിൻ്റെ പടം വെക്കുകയോ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു പൈസ വരെ വാങ്ങിക്കാതെ അതേ കാശുരൂപം തിരിച്ചു തരും. കാര്യം എന്താ, നിങ്ങൾ ഉടമ്പടി നിലനിൽക്കുകയാണ്, അതുകൊണ്ട് വി വിൽ ഗിവ് ഇറ്റ് ബാക്ക്. പക്ഷേ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല, അത് ഓർത്തേക്കണം. പിന്നെയുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള ആരെങ്കിലും കൊണ്ട് ഉടമ്പടി എടുപ്പിക്കണതിനെ മാർഗ്ഗം, വേറെ മാർഗ്ഗമില്ല. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. വിശുദ്ധിയോടെ കൈകാര്യം ചെയ്യാനുള്ള കൃപ ഉടമ്പടി എടുത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പൊ ഇപ്പൊ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ്, എങ്ങനെയാണ് ലൈഫ് തിരിച്ചു പിടിക്കണത്, ലൈഫ് നഷ്ടപ്പെടുമെന്ന് വിചാരിക്കുക. ഇപ്പം സത്യദാസിൻ്റെ വിഷയം എന്താണ്, സത്യദാസ് ഉടമ്പടി എടുത്ത ശേഷം ഉടനെ അയാളത് പൂർണ്ണമായി വിശ്വസിച്ചു എന്നുള്ളതാണ്. എൻ്റെ മക്കളെ, ഈ പൂർണ്ണമായി വിശ്വസിക്കാത്തൊരു ഉടമ്പടി എടുക്കരുത് കേട്ടോ. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നാട്ടുകാരെടുത്തല്ലോ, വീട്ടുകാരെടുത്തല്ലോ, കൂട്ടുകാരെടുത്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന് നിങ്ങൾ ഉടമ്പടി എടുക്കരുത്. ആ ഉടമ്പടി എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ദൈവവുമായിട്ടുള്ള ബയലാറ്ററൽ എഗ്രിമെൻ്റാണ്. ആ എഗ്രിമെൻറ്റിന് ആദ്യം തന്നെ നിങ്ങൾ ഈ പ്രമാണം വായിച്ച് കേൾക്കുമെന്ന് പറഞ്ഞില്ലേ. ഇപ്പം നിങ്ങൾ രജിസ്റ്റർ ഓഫീസിൽ ചെല്ലുമ്പോൾ രജിസ്റ്റർ നമ്മളെന്താ ചോദിച്ചത്, പണം കൊടുത്തോ എന്ന്, കൈപ്പറ്റിയോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ കൈപ്പറ്റിയെന്ന് പറയും, പണം കിട്ടിയെന്ന് പറയും. പിന്നെ മറ്റുള്ളവരോട് ചോദിക്കണത് എന്താണ്, ആധാരം വായിച്ചു നോക്കിയോ, അല്ലേ? അങ്ങനെ ചോദിക്കത്തില്ലേ, ആധാരം വായിച്ചു നോക്കി. അപ്പോൾ ഇവർ പറയാം വായിച്ചു നോക്കിയെന്ന് പറയും. എവിടാ വായിച്ചു നോക്കിയെങ്കിൽ പിന്നെ എന്തിനാണ് കൃപാസനത്തിൽ വന്നിട്ട് വഴിയില്ലെന്ന് പറയണത്? അപ്പോൾ വായിച്ചു നോക്കില്ലെന്നല്ല എൻ്റെ അർത്ഥം. അച്ഛൻ ഒരു അബദ്ധം പറ്റിപ്പോയി, ചതിയായിപ്പോയി. എന്ത് പറ്റി? പ്രമാണം കിട്ടി, പക്ഷേ അതിൻ്റെ സ്ഥലമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ വഴിയില്ലെന്ന്. പിന്നെ ഹെലികോപ്റ്റർ ഇറങ്ങാൻ പോണം, അതിനുവേണ്ടി പ്രളയം ഇടേണ്ടി വരും മിക്കവാറും. അതാ പ്രശ്നം. അതാ വായിച്ചു നോക്കില്ലെന്നർത്ഥം. ഇങ്ങനെ കുറേ അണ്ണന്മാർ ഉടമ്പടി ചെയ്തിട്ടുണ്ട് വായിച്ചു നോക്കാതെ കറക്റ്റായിട്ട്. പക്ഷേ സത്യദാസ് അങ്ങനെയല്ല, ഏറ്റവും കാര്യങ്ങൾ വായിച്ചു നോക്കി. അതിൻ്റെ അത് നമുക്ക് തരുന്ന പ്രോമിസ് എന്താണെന്ന് നോക്കി. പ്രോമിസ് എന്താണ്? ഞാൻ നിൻ്റെ കൂടെ വരും. എങ്ങനെയാണ്? ഞാൻ തന്നെ നിൻ്റെ കൂടെ വരും.
നിന്നെ ആശ്വസിപ്പിക്കും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് 33:14 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. പുറപ്പാട് 33:14. പുറപ്പാട് 33:14. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും. കൈയടിച്ച് നിന്നോട് കൂടെ വരികയും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. അല്ല, പന്ത് കളി കാണാനല്ല കൂടെ വരണത്, മനസ്സിലായില്ലേ? ഞാൻ തന്നെ ഒന്ന് പറഞ്ഞു, ഞാൻ തന്നെ നിന്റെ കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. നിനക്ക് ആശ്വാസം നൽകുകയും. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, എന്റെ ജീവിത വഴികളില് ഞാൻ പതറിപ്പോകുമ്പോഴേ എന്നെ ചേർത്ത് പിടിക്കാൻ എനിക്ക് ആശ്വാസം നൽകാൻ എന്റെ കൂടെ വരുമെന്ന് ഉടമ്പടിയിലൂടെ വാഗ്ദാനം ചെയ്ത ദൈവമേ സ്തുതിക്കുന്നു. 33:14 എന്താണ് പറയണത്? ഞാൻ തന്നെ നിന്റെ കൂടെ വരികയും ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. അപ്പൊ സത്യദാസ് അത് അതുപോലെ വിശ്വസിക്കുകയാണ്. പലർക്കും പറ്റാൻ പറയുന്ന അബദ്ധം എന്താണെന്നറിയാമോ? എല്ലാവരും ഡിജിറ്റലി ഉടമ്പടി ചെയ്യും, അവിടെ പറയണതൊക്കെ കേൾക്കണത് എപ്പോഴാണ് ഈ ക്ലാസ് തീരണത് അറിയത്തില്ല, കുറേ ഇനി എത്ര സമയം എടുക്കുമോ? 1 മണിക്കൂർ എടുക്കുക. അപ്പോൾ ഇത് താഴെപ്പോയിട്ട് എന്തായിരിക്കുക? താഴെപ്പോഴും 1.5 മണിക്കൂറുണ്ടാവും. 2.5 മണിക്കൂർ. അപ്പോൾ എപ്പോഴാണ് ഭക്ഷണം കഴിക്കണം? ഇങ്ങനെയാണ് ആൾക്കാർ നിൽക്കണത്. അതുകൊണ്ടാണ് ഉടമ്പടി ചില ആൾക്കാർക്ക് കൊടുക്കണത്. ആ സത്യദാസ് അങ്ങനെയല്ല. ഞാൻ തന്നെ നിൻ്റെ കൂടെ വരും. അപ്പോൾ കർത്താവ് എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്? എനിക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. എന്നെ ആശ്വസിക്കാരെ എനിക്ക് എൻ്റെ വസ്തു കണ്ടവൻ കൊണ്ടുപോയില്ലേ? ഞാൻ പഞ്ചായത്ത് ചെല്ലുമ്പോൾ അവരെന്നെ തല്ലാനും കൊല്ലാനും എന്നെ പോലെയാണ് എന്നെ നോക്കണത്. അപ്പം ഞാൻ ഇനി അടുത്ത് പോകാനാണ്, എനിക്ക് കർത്താവേ ഉള്ളൂ. എന്നിട്ട് ഈ മനുഷ്യൻ പിറ്റേ ദിവസം തന്നെ ഉടമ്പടി കാശ്വര്യം കൊണ്ട് വിശ്വാസം പ്രമാണം ചൊല്ലിക്കൊണ്ട് പഞ്ചായത്ത് ആഫീസിൽ പോകും. ഇയാളെ ഓടിച്ചിട്ട് തൊഴിച്ചെന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കി വിരട്ടി ഓടിച്ച് സെക്രട്ടറി എടുത്ത് ചെല്ലും. അപ്പം സംഭവിക്കണം, ഈ വിശ്വാസ പ്രമാണം ചൊല്ലി ഈ ഉടമ്പടി കാശ്വര്യം ഹോൾഡ് ചെയ്തുകൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലി ഈ മനുഷ്യൻ പഞ്ചായത്ത് ഓഫീസിൽ ചെല്ലുമ്പോൾ തന്നെ സെക്രട്ടറി കസ്റ്റഡി ഇട്ട് കൊടുക്കും. എന്നിട്ട് ഉടനെ ഇങ്ങോട്ട് പറയും, നിങ്ങളുടെ കാര്യമെല്ലാം സെറ്റാകാൻ പോകും, ഞാൻ ഇന്ന് തന്നെ അത് കറക്റ്റ് ചെയ്തോളാം. വിതിൻ നോ ടൈം 2 കടയും പുള്ളിയുടെ പേര് എഴുതി കൊടുത്ത് രസീതും കൊടുത്ത്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഉടമ്പടിയുടെ ഫലപ്രാപ്തി ഇരിക്കുന്നത് ഈ വാഗ്ദാനങ്ങളിലുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. വാഗ്ദാനങ്ങളിൽ നമ്മൾ വിശ്വസിക്കുക. ദൈവം നമുക്ക് നൽകിയ വാഗ്ദാനങ്ങൾ. ഇപ്പോൾ അൻസമ്മ മാനന്തവാടിയുടെ സാക്ഷ്യമുണ്ടായി. ഈ ദിവസങ്ങളുണ്ടായിരുന്ന സാക്ഷ്യങ്ങളിൽ രസകരമായ സാക്ഷ്യം. അൻസമ്മ നമ്മളെ ഉടമ്പടി പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പോലും പറയാത്ത കാര്യം അവർ പറയുന്നുണ്ട്. എന്താ അൻസമ്മ പറഞ്ഞാൽ, അൻസമ്മയുടെ വഴിയില്ല, നടക്കാൻ വഴിയില്ല, കണ്ടവൻ്റെ വഴി കൂടി തന്തക്കുളി കേട്ട് വേണം ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കണം. സങ്കടകരമായ അവസ്ഥയാണ്. വഴിയില്ലെങ്കിൽ അറിയാമല്ലോ നിങ്ങൾക്ക്. വഴിയില്ലെങ്കിൽ എന്താണ്? മക്കളെ കെട്ടിക്കാൻ പോലും പറ്റത്തില്ല. പെണ്ണ് ആലോചനയൊക്കെ വന്നു കഴിയുമ്പോൾ വഴിയില്ലെന്നും പറഞ്ഞ് ആൾക്കാർ പോകും. അതുകൊണ്ട് ആൻസം വളരെ പരുങ്ങലാണ്, ജീവിതം പരുങ്ങലാണ്, ലൈഫില്ല, ജീവിതമില്ല. അപ്പം ജീവിതമില്ലാത്ത കൊണ്ട് എന്താ പറയണത്? എൻ്റെ ആത്മാവിനെ. അപ്പം എസെക്കിയേൽ 17:14 ഒന്ന് വായിച്ച് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. അപ്പം ലൈഫ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്താ മാർഗം? എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിലെ നിവേശിപ്പിക്കും. നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും. അപ്പൊ നമുക്ക് വാസയോഗ്യമല്ലാത്തൊരവസ്ഥ വന്നാൽ അടുത്ത നടപടി എന്താണ്? ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ നിവേശിപ്പിക്കും. പിന്നെന്താ പറയണത്? നിങ്ങൾ ജീവിക്കാം. ഞാൻ നിങ്ങളെ നിന്റെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും. അപ്പം ചില ആൾക്കാർ പറയല്ലേ, അച്ഛാ വഴിയുമില്ല, മക്കൾക്ക് പെണ്ണും കിട്ടണില്ല, വിറ്റിച്ചിട്ട് പോകാൻ പോകുകയാണെന്ന് പറയും. എവിടെ പോകാനാണ്? എത്ര രൂപ കിട്ടും ചേച്ചി? പോയാലേ അവിടെ പോയാൽ നിങ്ങളെ വല്ലവർക്കും അറിയാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെയൊക്കെ താമസിച്ച പിന്നെ ഇങ്ങനെയുള്ള കല്യാണ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ നിങ്ങളുടെ വേറെ അബൌട്ട്സൊക്കെ തിരക്കി വരുമ്പോൾ നിങ്ങൾക്കിവിടെ ആകാശം ഭൂമിയും ഇല്ല, വേരും കായും ഇല്ലെന്ന് അറിഞ്ഞാൽ പിന്നെ നിങ്ങൾ സംശയിക്കത്തില്ലേ, ഇങ്ങനെ പോണത് ശരിയാണ്, വേറെ വഴിയുണ്ടാന്ന് നോക്കട്ടെ. അവിടെ വെച്ചാണ് ഞാൻ ഈ വിഷയം സെറ്റ് ചെയ്യണത്. ഞാൻ പറഞ്ഞ കർത്താവ് ഇവരെ വിടരുത്,
ഇവരിത് വിറ്റിച്ചിട്ട് വേറെ ഒരു സ്ഥലത്ത് പോയി വാടക ഒറ്റയ്ക്ക് താമസിച്ചപ്പോൾ കഴിഞ്ഞാൽ അവിടെ ഒരു ആലോചന വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ആകാശ ഭൂമിയും പാരമ്പര്യവും കുടുംബമൊന്നും ഇല്ലാത്ത ആൾക്കാരാണെന്ന് എങ്ങനെ ധരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവിടെ നിലവാരത്തിൽ പെണ്ണ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കുമെന്ന് പറയണത്. ജീവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മാന്യമായി ജീവിക്കുകയാണ്. അങ്ങനെ എപ്പോഴെങ്കിലും ലൈഫ് ത്രട്ടായി കഴിഞ്ഞാൽ പിന്നെ എന്താണ്, നിങ്ങൾ അപ്പം തന്നെ സ്പിരിച്വലായിട്ട് എംപവർ ചെയ്യണം. അതാണ് പറഞ്ഞത്. 37:14 ഭയങ്കര വചനമാണ്. എസെക്കിയേൽ എന്താണ്, ഞാൻ നിങ്ങളെ ഒന്ന് പറഞ്ഞേ, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലേക്ക് നിവേശിപ്പിക്കാം, നിങ്ങൾ ജീവിക്കാം. അപ്പം നമ്മളുടെ ജീവിതം കയ്യിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ഉള്ള മാർഗം എന്താണ്, ആത്മാവിൽ നവീകരിക്കണമാണ്. വെരി വെരി സിമ്പിളാണ് സംഭവം. ആൻസമ്മ അങ്ങനെ ഒരാളാണ്. ആൻസമ്മ എന്താ ചെയ്തെന്നറിയാമോ, ഉടമ്പടി പ്രകാരം കൃത്യമായിട്ടാണ് ജീവിക്കുന്ന ആൾ. നിനക്കറിയാമല്ലോ, ഉടമ്പടി ഒരു പ്രാർത്ഥനാ രീതിയല്ല, ജീവിത രീതിയാണ്. അപ്പോൾ ഉടമ്പടി പ്രകാരം ജീവിച്ചിട്ട് ആൻസമ്മ പറഞ്ഞു, ഈ കിട്ടാത്ത വഴിയിലൂടെ ആൻസമ്മ എപ്പോഴും പോവും, എല്ലാ ദിവസവും. എങ്ങനെയാണെന്ന് അറിയുമോ, പച്ചത്തിരി കത്തിച്ചുകൊണ്ട് പോവും. പച്ചത്തിരി കത്തിച്ച് പ്രത്യക്ഷനും പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ട് പോവും. എന്നിട്ട് ആൻസമ്മ പറയണത്, ഈ പച്ചത്തിരിൻ്റെ കയ്യിലെടുക്കുമ്പോൾ ഞാൻ പറയും, പ്രപഞ്ച പ്രകൃതിയുടെ മാതാവേ, കൃപാസനം മാതാവേ, കുളിർ കോരിപ്പോ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. നമ്മൾ പ്രത്യക്ഷനെ പ്രാർത്ഥന ചെല്ലുമ്പോൾ ആൻസമ്മ ചെല്ലുന്ന പ്രാർത്ഥന എന്താ അറിയാം, എൻ്റെ കൂടെ നമുക്ക് എന്ത് ചെല്ലിയാലേ പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലാൻ പറ്റത്തുള്ളൂ? ആദ്യം വിശ്വാസ പ്രമാണം ചെല്ലണം, അല്ലേ? അതിലാണ് ഈ സംഭവം ഒരുങ്ങി. വെട്ടിമരുന്ന് മുഴുവൻ ഇരിക്കണം അവിടെയാണ്. വെടിമരുന്ന് നമ്മൾ ഈ വിശ്വാസ പ്രമാണത്തിലിരിക്കുന്ന വെടിമരുന്നിനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കൊണ്ട് കത്തിക്കണം നമ്മൾ ചെയ്യണത്. പ്രത്യക്ഷീകരണ പ്രാർത്ഥന തീയാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണം സാധൂകരിക്കുക, നീതീകരിക്കുക എന്നുള്ളത് അമ്മയുടെ ചുമതലയാണ്. അമ്മ സമയ കടികാരം നെഞ്ചിൽ ചാർത്തിക്കൊണ്ട് 2004 പ്രത്യക്ഷപ്പെടുമ്പോൾ ദുരന്തമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ഇന്ന് വരെ ദുരന്തമൊഴിഞ്ഞിട്ട് കേരളത്തിലെ ലോകത്തിലെ നേരമില്ല. നമ്മളും തന്നെയും ഓരോ വ്യക്തി ദുരന്തങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം പറ്റിയ പ്രാർത്ഥനയാണ്, ഉടമ്പടി പ്രാർത്ഥനയായിട്ട് അമ്മ തന്നതാണ്. അപ്പോൾ അതിലുള്ളതാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന. പ്രത്യക്ഷീകരണ പ്രാർത്ഥന തീയാണ്, പക്ഷേ വിശ്വാസ പ്രമാണം വെടിമരുന്നാണ്. ഈ വിശ്വാസ പ്രമാണം നമ്മൾ ചൊല്ലിക്കൊണ്ടാണ് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന തീ വെടിമരുന്ന് കൊടുക്കുമ്പോഴാണ് ഈ സംഭവം പൊട്ടണത്. ആൻസമ്മ രണ്ടും ചൊല്ലിക്കൊണ്ടാണ് ചെല്ലണത്. വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് പച്ചത്തിരി പിടിച്ചുകൊണ്ട് ആണ് ഈ കിട്ടാത്ത വഴിയിലൂടെ സഞ്ചരിക്കുന്നത്. അതൊരു വിശ്വാസത്തിൻ്റെ ഒരു യാത്രയാണ്. അധികം സഞ്ചരിക്കേണ്ടി വന്നില്ല. 41 ദിവസം സഞ്ചരിച്ചപ്പോൾ ഈ വഴി അവളുടെ പേരിൽ എഴുതി കിട്ടും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എസെക്കിയേൽ എന്താ നമ്മൾ വായിച്ചത്? എസെക്കിയേൽ എന്താ വായിക്കുക, എങ്ങനെയാണ് നമ്മൾ ജീവിക്കണത്? ജീവിതം കൈമോശം വന്നു പോയാൽ, പരീക്ഷ തോറ്റു, അല്ലെങ്കിൽ നമ്മൾക്ക് ഡീപ്രമോഷനായി, PR കിട്ടണില്ല, വസ്തു വിൽക്കാൻ പറ്റണില്ല, വസ്തു എടുക്കാൻ പറ്റണില്ല, വീട് സ്ഥലവുമില്ല, ഇങ്ങനെ ജീവിതം പോയാൽ എന്ത് ചെയ്യും? അതായത് അത് എസെക്കിയേൽ പറയണത് എന്താണ്, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലേക്ക് അയക്കും, നിങ്ങൾ ജീവിക്കും. പറഞ്ഞേ, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലേക്ക് അയക്കും, നിങ്ങൾ ജീവിക്കും. അപ്പോൾ ആൻസമ്മ എങ്ങനെയാണ് ജീവിതം തിരിച്ചു പിടിക്കണത്? കിട്ടാത്ത വഴി കിട്ടണത് എങ്ങനെയാണ്? വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് കിട്ടാത്ത വഴിയിലൂടെ പച്ചത്തിരിയും പിടിച്ച് പ്രപഞ്ചപ്രദ മാതാവിനെ മധ്യസ്ഥം ചേർത്തുകൊണ്ട് നടക്കും. അത് വിശ്വാസ പ്രയോഗ പ്രഖ്യാപനങ്ങളാണ്. പക്ഷേ ഇത് ചെയ്യിക്കുന്നത് വിശ്വാസത്തിലാണ്. ഇത് വിശ്വാസം ഒരു ആത്മാവാണ്. അതാണ് ഞാൻ എൻ്റെ ആത്മാവ് നിങ്ങളിലേക്ക് അയക്കുമെന്ന് പറയുമ്പോൾ വിശ്വാസത്തിൻ്റെ ആത്മാവാണ് ആൻസമ്മയെ വർക്ക് ചെയ്യണത്. ഐസയ 11:2 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഐസയ 11:2 കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും. വായിച്ചോളൂ. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. അപ്പോഴേ കർത്താവിൻ്റെ ആത്മ ഇതെല്ലാം കൂടുന്നതാണല്ലോ വിശ്വാസം. അതായത് കർത്താവിൻ്റെ ആത്മാവെന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തുണ്ട് ജ്ഞാനമുണ്ട്, അറിവുണ്ട്, വിശ്വാസമുണ്ട്, അങ്ങനെ എല്ലാമാണ്. ഇപ്പോൾ നമുക്ക് ഈ വിഷയത്തിൽ, നിങ്ങൾക്കൊരു വിഷയത്തിൽ, ഇപ്പോൾ സത്യദാസ് പഞ്ചായത്തിലേക്ക് പോവുകയാണ്. എന്താ കാര്യം? കർത്താവിൻ്റെ കൂടെയുണ്ട്. ഇനി കർത്താവായിരിക്കും എനിക്ക് വേണ്ടി വാദിക്കണമെന്ന് പറയുമ്പോൾ അത് വിശ്വാസമാണ്, അതൊരു ജ്ഞാനമാണ്, അതറിവാണ്, കർത്താവിൻ്റെ ആത്മാവാണ്. കൈയിടിച്ച് കർത്താവ് നമ്മൾ ദൈവവുമായിട്ട് ഉടമ്പടിയിലായി കഴിയുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിക്കണം എന്താണെന്നറിയാവോ?
ദൈവത്തിൻ്റെ ആത്മാവ്, ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെയും ആത്മാവ്, ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും ആത്മാവ് നിങ്ങളിൽ നിലനിൽക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കണം, അല്ലേ? അങ്ങനെ ആത്മാവ്, കാര്യം ജീവിതം കയ്യിൽ നിന്ന് പോയാൽ പിന്നെ എസെക്കിയേൽ 37:14 അനുസരിച്ച് കൊണ്ട് ജീവിതം തിരിച്ചു പിടിക്കാനുള്ള മാർഗം എന്താണ്? ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലേക്ക് അയക്കും. ആത്മാവിനെ തിരിച്ചു പിടിക്കുക എന്നാണ്. ജീവിതം കയ്യിൽ നിന്ന് പോയാൽ അപ്പോഴാത്മാവിൽ ആത്മാവ് നിർവീര്യമായി പോയിട്ടുണ്ടെങ്കിൽ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, എഫേസ്യൻസ് 4:30. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എഫേസ്യസ് 4:30. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. അതാണ്. അപ്പം നമ്മൾ എപ്പോഴും ഇൻട്രോസ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, എന്നിലുള്ള പരിശുദ്ധാത്മാവ് സാഡാണോ എന്ന് നോക്കണം. മനസ്സിലായില്ലേ? അങ്ങനെ വന്നാൽ ആത്മാവ് ഇറങ്ങിപ്പോകും, വർക്കിംഗ് കണ്ടീഷൻ ആകത്തില്ല. ആത്മാവ് സാഡാണെന്ന് നോക്കണം, ദുഃഖിപ്പിക്കരുത്. കാര്യം ആത്മാവ് ഒരു വ്യക്തി ആയതുകൊണ്ടാണ്. നമുക്കറിയാമല്ലോ നമ്മൾ ത്രിത്വിക ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. ഒരേ സമയത്ത് സത്തയിൽ ഏകനും വ്യക്തിത്വത്തിൽ മൂന്നുമാണ്. സത്തയിൽ ഏകനാണ്, വ്യക്തിത്വത്തിൽ മൂന്നാണ്. നമുക്കൊരു ഐസ് കട്ട പോലെ നമ്മൾ മനസ്സിലാക്കാതെ, ഐസ് കട്ടയായിട്ടിരിക്കും, അല്ലേ? ഐസ് കട്ടയായിട്ടിരിക്കും, വെള്ളം ഇറ്റിറ്റ് വീഴുന്നുണ്ടാകും, അപ്പോൾ ദ്രാവകമായി അതിൽ നിന്ന് വാതകം മേലോട്ട് പോകണ്ടാകും, ഇല്ലേ? അപ്പോൾ എല്ലാ സ്ഥലത്തിലും ഒരു 3 വ്യക്തിത്വം ഇവിടെ കാണുന്നുണ്ട്. അതേസമയം സത്തരി സംഭവം എച്ചിട്ടുവാണ്. മുകളിലോട്ട് പോകുന്ന വായുവും താഴേക്ക് വീഴുന്ന വെള്ളവും ഖരമായിട്ടിരിക്കണ എല്ലാം ബേസിക്കായിട്ട് എച്ചിട്ടുവാണ് എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ ദൈവം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് വേദനിപ്പിക്കരുത് എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? പരിശുദ്ധാത്മാവ് ശക്തിയുമാണ്. അതേസമയം തന്നെ സത്തയിൽ ദൈവം യേശുക്രിസ്തുവിനെക്കുറിച്ചും പിതാവിനെക്കുറിച്ചും അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെക്കുറിച്ചും പറയുന്നത് എന്താണ്? ദൈവം ബേസിക്കായിട്ട് സത്തയിൽ ശക്തിയാണ്. അതായത് ദൈവത്തിൻ്റെ ജ്ഞാനവും 1 Corinthians 1:24 ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശുക്രിസ്തു. അതുകൊണ്ടാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് യേശുക്രിസ്തു ഒരു വ്യക്തിയാണ്, അതേസമയത്ത് ശക്തിയാണ്, കാര്യം ദൈവമായതുകൊണ്ടാണ്. അതേസമയം തന്നെ പരിശുദ്ധാത്മാവ് ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ധരിക്കുന്നവരെ നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. ഉന്നതങ്ങളിൽ നിന്ന് ശക്തി, അത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. അതേസമയം തന്നെ നടപടി പുസ്തകത്തിന് 1:8 അനുസരിച്ചാണ് പരിശുദ്ധാത്മാവ് ശക്തിയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നടപടി പുസ്തകത്തിന് 1:4 പരിശുദ്ധാത്മാവ് ശക്തിയാണ്. പിതാവിൻ്റെ വലതുവശത്തിരിക്കുമെന്ന് പറയുമ്പോൾ പിതാവിൻ്റെ മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുവശത്തിരിക്കുമെന്ന് ഈശോ പറയുമ്പോൾ പിതാവ് ശക്തിയാണ്. സത്തയിൽ ശക്തിയായ ദൈവമാണ്. വ്യക്തിപരമായ പരിശുദ്ധാത്മാവിൽ നമ്മൾ വ്യക്തിയായി നമ്മൾ വസിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ശക്തിയായതുകൊണ്ട് തന്നെ നിർവീര്യമാകാനുള്ള സാധ്യതയുണ്ട്. പരിശുദ്ധാത്മ നിർവീര്യമാക്കാനുള്ള സാധ്യത നമ്മൾ ഉടമ്പടിക്കാരെ മുൻകൂട്ടി കാണണം. 1 Thessalonians 5:19 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 Thessalonians 5:19 ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. കാഴ്ച പോയിന്റ് എന്താ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞേ, ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. അപ്പൊ നിർവീര്യമാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ശക്തിയായത് കൊണ്ടാണ് നിർവീര്യമാക്കരുതെന്ന് പറയണത് 1 Thessalonians 5:19. പക്ഷേ വ്യക്തിയായത് കൊണ്ടാണ് വേദനിപ്പിക്കരുതെന്ന് പറയണത് എഫേസ്യസ് 4:30. അതുകൊണ്ട് ശക്തിയും വ്യക്തിയുമായ പരിശുദ്ധാത്മാവും നിങ്ങളിൽ വസിക്കുന്നതാണ്. അതേതാണ്? എസെക്കിയേലിൻ്റെ 37:14 നിങ്ങളുടെ ജീവിതം കൈമോശം വന്നു പോയാൽ ശക്തിയും അതുപോലെ തന്നെ വ്യക്തിയുമായ പരിശുദ്ധാത്മാവിനെ നിങ്ങളിലേക്ക് ഞാൻ നിക്ഷേപിക്കുമെന്ന്. കൈയിട്ടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കട്ടെ.